കേറ്ററിങ്ങും ബുഫയൊന്നും അല്ലാതെ നമ്മൾ ആത്മാർത്ഥമായ ചെങ്ങായിമാരും അയൽവാസികളെല്ലാം കൂടിയിട്ട് ആത്മാർത്ഥമായിട്ട് സഹകരിച്ചിട്ട് നമ്മളൊരു ചെങ്ങായിൻ്റെ വീട്ടുകുടിയിൽ നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് അവൻ്റെ തറവാട് വീടാണ്. ഇത് അവൻ പുതിയതായിട്ട് എടുത്ത വീടാണ്. ഇതിൻ്റെ കുടിയലായിരുന്നു. ആ കുടിയലിന് ചിക്കനും ബിരിയാണിയും ബുഫയൊന്നും അല്ലാതെ കണ്ട് നാടൻ ഫുഡ് നമ്മുടെ സുഹൃത്തുക്കളെല്ലാം കൂടിയിട്ട് ചേർന്ന് സഹകരിച്ചുണ്ടാക്കിയ കുറച്ച് കാഴ്ചകളാണ്. അപ്പോൾ മയ്യിൽ പോയി ശ്രീ ഗണേഷ് പൂജാ സ്റ്റോറിൽ നിന്ന് പൂജയ്ക്ക് ആവശ്യമായ കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങിച്ചു. പിന്നീട് സദ്യക്ക് ആവശ്യമായ പലവ്യഞ്ജനങ്ങളും പച്ചക്കറിയെല്ലാം എടുക്കാൻ വേണ്ടിയിട്ട് മയിൽ ടൗണിൽ തന്നെയുള്ള കുറച്ച് കടകളിൽ കയറി ഇറങ്ങി. ശേഷം ഞങ്ങൾ വീട്ടിലെത്തിയിട്ട് വീട്ടിൽ നിന്നുള്ള പാത്രം പഠിക്കലും ചെമ്പ് കഴുകൽ അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളെല്ലാം നെക്സ്റ്റ് വരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ്, നിങ്ങൾ മുഴുവനായിട്ടും കാണുക. അപ്പോൾ നമ്മൾ മെയിൻ ചെങ്ങായിൻ്റെ വീട്ടിൽ കൂടിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് ഒരുപാട് പണിയുണ്ട്. ആ പണിത്തിരക്കിലാണ്. ഇങ്ങോട്ടൊക്കെ നോക്കുന്നൊന്നുമില്ല കേട്ടോ. ആ ഓണം തന്നെ ഉള്ളത്. നീ ചെമ്പ് ഇങ്ങനെയല്ല കാണിച്ചോ, കാണിച്ചോ കണ്ടോണ്ടിരിക്കുക. ആർക്കാല വൃത്തിക്ക് നല്ല ചെമ്പ് പഞ്ചായത്തിൽ പറഞ്ഞോളൂ. നല്ല വൃത്തിക്ക് ചെമ്പ് നാളുണ്ട്. അതുകൊണ്ട് വേണ്ടിക്ക് വിളിച്ചോ. നേട്ടോണിക്കണ്ടാ നേരത്തെ പോയിന്ന് പറയാൻ കഴിച്ചോ. അപ്പോൾ ഫ്രണ്ട്സ്, അച്ചാറ്, പച്ചടി, കൂട്ടുകറി, ശേഷം അവിയൽ നിങ്ങൾക്ക് അവിടെ കാണാം. സാമ്പാർ അപ്പുറത്ത് റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുടിവെള്ളത്തിനായിട്ട് വെള്ളം തിളപ്പിച്ച് അവിടെ വെച്ചിട്ടുണ്ട്. അത് കൂടാണ്ട് ചോറിന് അരിയിടാൻ വേണ്ടിയിട്ട് ചെമ്പിൽ വെള്ളം തിളക്കുന്നത് നിങ്ങൾക്ക് കാണാം. അങ്ങനെ അടിപൊളിയായ ഒരു സദ്യ ഞങ്ങൾ നാട്ടുകാർക്കെല്ലാം കൂടിയിട്ട് ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് വെച്ച് കൊടുത്ത ആ ഒരു സന്തോഷത്തിലാണ്. നിങ്ങളെ നാട്ടിലും അടുത്തെങ്ങാനും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യണേ. അതായത് ഈ പഴയ കാലത്തെ കൂട്ടായ്മയാണോ നല്ലത്, അല്ലെങ്കിൽ ഇന്നത്തെ കാറ്ററിംഗ് ആണോ നല്ലത്? മാത്രം ബാക്കി എടുക്കണോ?